10ാം ക്ലാസ്സിൻ്റെ 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു പാരലോഗ്രാമാണ്. ആറും ക്യൂവും മിഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ 2 രീതിയിൽ കണ്ടുപിടിക്കാം. 3 + 6, 3 + 5 - 6 അങ്ങനെയും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ 5 ഇവിടെ നോക്കിക്കേ, 6 3 കുറഞ്ഞപ്പോഴാണ് ഇവിടെ 3 കിട്ടിയത്. അപ്പോൾ 5 3 കുറയും. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 2 കിട്ടും അല്ലേ? പിന്നെ ഇത് 0 ആണ്. അപ്പോൾ എക്സ് ആക്സിസിൽ പോയിൻ്റ് ആയതുകൊണ്ട് y കോർഡിനേറ്റ് 0. ഇനി നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, 2 1 കൂടി 3, 3 1 കൂടുമ്പോൾ ഇവിടെ 4. ഇവിടെ നോക്കിയേ, 0 1 കൂടി 1, 1ൻ്റെ കൂടെ 1 കൂടുമ്പോൾ 2. അങ്ങനെ എയും കിട്ടി. ഇനി നമുക്ക് സി കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ, 2ൻ്റെ കൂടെ 3 കൂടിയപ്പം 5. ഇനി അടുത്ത 5ൻ്റെ കൂടെ 3 കൂടുമ്പം എത്ര കിട്ടും? 8, 0. എന്താണ്? എനി ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് y കോർഡിനേറ്റ് 0. അങ്ങനെ നമുക്ക് എല്ലാ പോയിൻറ്റും കിട്ടി. ഇത് എന്താണ്? 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. നോക്കിക്കേ, ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ്? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, 5, 3, 8, 8 6 പോയാൽ 2 അങ്ങനെയും കിട്ടും. പക്ഷേ നിങ്ങൾക്കത് പല കുട്ടികൾക്ക് അത് പാടായിരിക്കും. ഇത് മിഡ് പോയിൻ്റാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. ഇത് രണ്ടും തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 6 എത്ര കുറഞ്ഞിട്ട് 3 വന്നു, 3 കുറഞ്ഞു അല്ലേ? ഇവിടെ നോക്കിക്കേ, പിന്നെ ഇവിടെ 1 തന്നെ, ഇവിടെയും 1 തന്നെ. എന്താണ്? പാരലായതുകൊണ്ട്. ഇവിടെ നോക്കിക്കേ, അപ്പോൾ 5 3 കുറയുമ്പോൾ 2. എന്താണ്? y കോർഡിനേറ്റ് 0 തന്നെ. പിന്നെ ഇവിടെ എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. 2 1 കൂടി 3, 3 1 കൂടി 4, 0 1 കൂടി 1, 1ൻ്റെ കൂടെ 1 കൂടിയപ്പം 2. പിന്നെ ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ, സി കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. 2ൻ്റെ കൂടെ 3 കൂടി 5, 5ൻ്റെ കൂടെ 3 കൂടുമ്പം 8. പിന്നെ y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് 0. അപ്പോൾ അങ്ങനെ നമുക്ക് കോർഡിനേറ്റ്സ് എല്ലാം എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്.